ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്ന എൻ്റെ റെസിപ്പി ചന മസാല വെച്ചൊരു ബിരിയാണിയാണ് കേട്ടോ. ഒഴിവ് ദിവസങ്ങളിലും സ്കൂളിൽ പോകുന്ന കുട്ടികൾക്കും ഒക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒരു ബിരിയാണിയാണ്. നിങ്ങൾ ഇത് ഉണ്ടാക്കി നോക്കി ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ. 250 ml ഒരു കപ്പ് വെള്ളക്കടല എടുത്തിട്ട് ഒരു ഓവർനൈറ്റ് ഫുള്ളായിട്ട് നമുക്കൊന്ന് കുതിർത്തിയിടാം. എന്നിട്ട് നമുക്ക് ബിരിയാണി വെക്കുന്ന സമയത്ത് ഈ കടലയെടുത്ത് നന്നായിട്ട് കഴുകി ക്ലീൻ ചെയ്തെടുത്ത് നമുക്കൊന്ന് വേവിച്ചെടുക്കണം. അതിനായിട്ട് നമുക്ക് ആദ്യം ഒരു കുക്കർ എടുക്കാം. ആ കുക്കറിലേക്ക് നമുക്ക് ഈ വെള്ളക്കടല ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ആവശ്യമുള്ളത്ര ഉപ്പ് നമുക്ക് ഇട്ട് കൊടുക്കാം. ഉപ്പിട്ടതിന് ശേഷം ഇത് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളമാണ് വേണ്ടത്. ആ വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. കടലയ്ക്ക് മീതെ വെള്ളം നിൽക്കുന്ന വിധത്തിൽ നമുക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം കുക്കർ അടച്ച് വെച്ച് ഒരു 4 വിസിൽ അടുപ്പിച്ചെടുത്ത് നമുക്കിത് വേവിച്ച് മാറ്റി വെക്കാം. ബിരിയാണി അരി ഞാൻ എടുത്തിരിക്കുന്നത് റേഷൻ കടയിലെ പച്ചരിയാണ് കേട്ടോ. അത് വെച്ചിട്ടാണ് ഇന്നത്തെ എൻ്റെ സ്പെഷ്യൽ ബിരിയാണി. ബിരിയാണിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഞാൻ ഈസി കുക്കിലാണ് വെച്ചിരിക്കുന്നത്. ഇത്ര വെള്ളം ഒന്നുമില്ല കേട്ടോ. ഞാനിവിടെ ഒരു 3 ഗ്ലാസ് പച്ചരിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള വെള്ളം എടുത്ത് അത് തിളക്കുമ്പോൾ കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് ഏലക്കായ, പട്ട, ഗ്രാമ്പു 3 എണ്ണച്ച എടുത്തിട്ട് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് പറഞ്ഞാൽ ഒരു 4-5 കുരുമുളകും ഒരു 1/4 ടീസ്പൂൺ പെരിഞ്ജീരകവും അതും കൂടി ചേർത്തതിന് ശേഷം നമുക്ക് ഈ അരി വെള്ളം തിളക്കുമ്പോൾ ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് വേവിക്കാം. വേവിക്കുമ്പോൾ കട്ട പിടിക്കാതിരിക്കാനായിട്ട് ഇതിലേക്ക് നമുക്ക് ചെറുനാരങ്ങ നീര് പിഴിഞ്ഞു കൊടുക്കാം. അരി അവിടെ കിടന്ന് വേവട്ടെ. നമുക്ക് മറ്റ് ഇൻഗ്രീഡിയൻസ് റെഡിയാക്കാം. പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി നമുക്കൊന്ന് ചതച്ചെടുത്ത് മാറ്റി വെക്കാം. ആദ്യം നമുക്ക് ഒരു പാൻ എടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് നെയ്യിട്ട് കൊടുക്കാം. ഒരു 50 ഗ്രാം നെയ്യിട്ടതിന് ശേഷം ഇതിലേക്ക് നമുക്കൊരു 3 ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് 3 മീഡിയം സൈസ് സവാള ചോപ്പറിലിട്ട് അരിഞ്ഞെടുത്തതാണ് ഞാനിതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. നന്നായിട്ട് ഇതൊന്ന് വാടി വരണം. ഇതുപോലെ നന്നായിട്ട് വാടി വന്നാൽ നമുക്ക് ചതച്ച് വെച്ച നമ്മുടെ പച്ചമുളക് 4 എണ്ണം, ഇഞ്ചി 1 കഷ്ണം, 20ഓളം വെളുത്തുള്ളി അല്ലി ഇതെല്ലാം കൂടി മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുത്തതാണ്. ഇനി നമുക്ക് ഇതിലേക്കിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമുളകിൻ്റെയും പച്ചമണം മാറുന്നത് വരെ വേണം ഇതൊന്ന് വാട്ടിയെടുക്കാനായിട്ട്. അങ്ങനെ നമുക്കൊരു 5 സെക്കൻഡ് കൊണ്ട് നമുക്കിതൊന്ന് വാട്ടിയെടുക്കാം. പച്ചമണമെല്ലാം മാറിയതിന് ശേഷം നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ചിക്കൻ മസാലയുടെ പൊടിയാണ്. ചിക്കൻ മസാലപ്പൊടി ഞാനിവിടെ 2 ടീസ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് നമുക്കൊരു ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. മുളക് പൊടി നമ്മൾ ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് ഇതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. പൊടികളുടെ എല്ലാം പച്ചമണം മാറുന്നത് വരെ വേണം ഒന്ന് വഴറ്റി കൊടുക്കാനായിട്ട്. തീ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് വഴറ്റി കൊടുക്കാം. പൊടികളൊന്നും കരിഞ്ഞു പോവാതെ നന്നായിട്ട് ശ്രദ്ധിക്കണം. പൊടികളുടെ എല്ലാം പച്ചമണം മാറിക്കഴിഞ്ഞാൽ നമുക്കിതിലേക്കൊരു 3 തക്കാളി പൊടിയായി അരിഞ്ഞത് അതും കൂടി ചേർത്ത് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. തക്കാളി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് സ്വല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് നമുക്ക് നന്നായിട്ടതൊന്ന് വഴറ്റി കൊടുക്കാം. ഉപ്പിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല കേട്ടോ. നമ്മൾ ഉണ്ടാക്കുന്നതിന് ക്വാണ്ടിറ്റി അനുസരിച്ചിട്ട് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. തക്കാളി നന്നായിട്ട് വെന്ത് ഉടഞ്ഞ് വരണം. അത് വെന്ത് ഉടഞ്ഞോളും. ഇതിലേക്ക് നമുക്ക് വെള്ളക്കടല ചേർത്ത് കൊടുക്കാം. വേവിച്ച് മാറ്റിവെച്ച നമ്മുടെ ഈ വെള്ളക്കടല നമുക്കിതിലേക്ക് ചേർത്ത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. കുക്കറിൽ വെള്ളമുണ്ടെങ്കിൽ ആ വെള്ളമെല്ലാം നമുക്ക് ഊറ്റിക്കളഞ്ഞതിന് ശേഷം ഈ കടല നമുക്കിതിലേക്കിട്ട് നന്നായിട്ട് മിക്സാക്കി കൊടുക്കാം. കണ്ടില്ലേ, നമ്മുടെ വെള്ളക്കടല ഈ മസാലയിൽ കിടന്ന് റോസ്റ്റ് പരുവത്തിൽ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് മല്ലിയില വിതറി കൊടുക്കാനുണ്ട് കേട്ടോ. ആ ഒരു ഇൻഗ്രീഡിയൻസും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ആദ്യം നമുക്കൊരു 2 സെക്കൻഡ് ഒന്ന് അടച്ച് വെക്കാം. 2 സെക്കൻഡിന് ശേഷം നമുക്കൊന്ന് തുറക്കാം. തുറന്നിട്ട് നമുക്കിതിൻ്റെ മീതേക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം.
എന്നിട്ട് വീണ്ടും നമുക്കൊരു 5 മിനിറ്റ് നേരം അടച്ച് വെക്കാം. അപ്പോഴേക്കും നമ്മുടെ തക്കാളിയൊക്കെ വെന്ത് നന്നായിട്ട് ഉടഞ്ഞിട്ടുണ്ടാവും. നല്ല പെർഫെക്റ്റായിട്ട് തന്നെ നമ്മുടെ വെള്ളക്കടല റോസ്റ്റ് റെഡിയായിട്ടോ. നമ്മുടെ ബിരിയാണിയുടെ മസാലയാണിത്, ചന മസാല. ഇനി നമുക്ക് ഇതിറക്കി വെച്ചിട്ട് നമുക്ക് ദമ്മിടാം. ഞാൻ അടുപ്പിലേക്ക് ഒരു അലുമിനിയ പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ, ഒരു വട്ടത്തിലുള്ള അലുമിനിയ പാത്രം. പിന്നെ അതിൻ്റെ അടിയിലേക്ക് കുറച്ച് പശുവിൻ നെയ്യ് അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കാം. തീ ലോ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. ഞാനത് ഓഫാക്കി കൊടുക്കുകയാണ് കേട്ടോ, തീ ഓഫാക്കി കൊടുത്തു. എന്നിട്ട് ഇതിലേക്ക് നമ്മുടെ ചന മസാല അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. നമുക്ക് നമ്മുടെ വെള്ളക്കടല മൊത്തമായിട്ട് ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. മൊത്തമായിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ മീതേക്ക് വേവിച്ച് വെച്ച നമ്മുടെ ചോറും കൂടെ നമുക്കങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. ഇതുപോലെ ചോറും കൂടെ ഇതിൻ്റെ മുകളിലേക്ക് കണ്ടിട്ടിട്ട് നമുക്കൊരു തവി വെച്ച് ഒന്ന് സെറ്റാക്കി കൊടുക്കാം. എല്ലാ ഭാഗത്തേക്കൊന്ന് ഒപ്പാക്കിയതിന് ശേഷം ബാക്കിയുള്ള പരിപാടിയൊക്കെ ഗാർണിഷിംഗ് ആണ്, അത് നമുക്കൊന്ന് ചെയ്ത് കൊടുക്കാം. തവി വെച്ച് നമുക്ക് നന്നായിട്ട് എല്ലാ ഭാഗത്തേക്കും ചോറൊക്കെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. കറക്റ്റ് പരുവത്തിൽ തന്നെയാണ് കേട്ടോ നമ്മുടെ ഈ ചോറൊക്കെ നമുക്ക് വെന്ത് കിട്ടിയിട്ടുള്ളത്. പച്ചരി വേവിക്കുമ്പോൾ നല്ല സൂപ്പറായിട്ട് തന്നെ നമുക്കൊരു 80% വേവിൽ തന്നെ നമുക്കത് വേവിച്ചെടുക്കാൻ പറ്റും. ഇനി ഇതിന് മീതേക്ക് കുറച്ച് പശുവിൻ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഒരു നുള്ള് ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു നുള്ള് കുരുമുളക് പൊടി കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഞാനിതിൻ്റെ മീതേക്ക് കുറച്ച് മല്ലിയില അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. മല്ലിയില അരിഞ്ഞതിട്ടിട്ട് പിന്നെ ഇതിൻ്റെ മീതേക്ക് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയിൽ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയിൽ ഒരു നുള്ളു വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് ചുറ്റിച്ച് കൊടുക്കുകയാണെങ്കിൽ മക്കളെയൊക്കെ ഒന്ന് പറ്റിക്കണ്ടേ, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. കണ്ടോ, നമ്മളിത് അടച്ച് വെച്ച് സെറ്റാക്കി വിളമ്പാൻ നേരത്താണ് കേട്ടോ ഞാൻ ഈ കാണിക്കുന്നത്. അടിപൊളി ബിരിയാണിയാണ്, നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക.